വിരഹിതന്റെ ഈ ഇരിപ്പ് കാണുമ്പോ സങ്കടം തോന്നുന്നു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മമ്പനെ കാക്ക കൊത്തി പോയി. മാങ്ങേണ്ടി അല്ലാതെ ഒരു കഷണം പോലും ഞാൻ ഒന്നും കിട്ടത്തില്ല. രൂപവും ഭാവവും നോക്കി ഈ ഇരിപ്പിന്റെ അവസ്ഥ ഞാൻ പറയട്ടെ. തൊണ്ടയിൽ വലിയൊരു മുള്ള് വിലങ്ങനെ കുടുങ്ങി, പല്ലിളിച്ച് വാവൊളിച്ച് നിസ്സഹായ ഭാവത്ത് നിൽക്കുന്ന ഒരു പീറ പട്ടിയെ പോലുണ്ട്. എന്നേക്കൊക്കെ ഒരു കാര്യം ചെയ്യും, ഈ നീണ്ട കഴുത്ത് ഈ തൊണ്ടക്കകത്തേക്കിട്ട് ആ തടഞ്ഞു നിൽക്കുന്ന മുള്ളൊന്ന് എടുത്തു തരോ. മനുഷ്യനൊക്കെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു പരിഹാസം. ചാവാൻ മെനക്കെട്ട് നടക്കുന്നവനാ. ഈ കൊക്കിനെ കൊന്ന് ജയിലിൽ പോണ്ട ഗതികേട് ഉണ്ടാക്കല്ലേ. അളിയനാന്ന് ഞാൻ നോക്കുന്നില്ല. പോ 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 പോ. അയ്യോ, ഇപ്പോഴങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓ പോട്ടെ കൂട്ടുകാരെ. സത്യത്തിൽ വിഷം കഴിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ പിടിച്ച് കടിച്ചാൽ തന്നെ മരിക്കാൻ ആവശ്യത്തിനുള്ള വിഷം നിനക്ക് കിട്ടായിരുന്നു. ഇത് നീർക്കോലി, മറ്റത് ഞാഞ്ഞൂല്. പക്ഷെ രണ്ടിനും വിഷമുണ്ട്. പിന്നെ വൈകിട്ട് അവൾ അമ്പലത്തിൽ വരും. കാലത്ത് ശ്യാമളയെ കണ്ടു. എങ്ങനെയെങ്കിലും ചേച്ചിയെ കൊണ്ടുവരാമെന്ന് അവൾ ഏറ്റിട്ടുണ്ട്. ഇനി സഹതാപം കൊണ്ടോ പശ്ചാത്താപം കൊണ്ടോ അവളുടെ മനസ്സ് മാറി കിട്ടിയ നിന്റെ ഭാഗ്യം. നിന്റെ ചേച്ചിയുടെ മനസ്സ് മാറോ? എനിക്ക് തോന്നുന്നില്ല. അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യെന്ന് എന്നോട് പറഞ്ഞത്. 3 തവണ ബൈപ്പാസ് സർജറി നടത്തിയതാ. എന്തെങ്കിലും നിസ്സാര കാര്യം മതി ഇനി അച്ഛന്. 3 തവണ ഹൃദയം തുന്നിക്കെട്ടി. ഇങ്ങനെ നിഷ്ഠൂര ഹൃദയനായി തുന്നിക്കുട്ടി ഹൃദയവുമായിട്ട് എന്തിനാ അയാൾ ജീവിക്കുന്നത്? എന്താ അച്ഛനെ പറഞ്ഞ ഇഷ്ടായില്ലേ? എടി, എന്റെ കൂട്ടുകാരന് പാരയായ നിന്റെ അച്ഛൻ കോന്തുണ്ടുന്നാര് നാളെ എനിക്കും പറയാവില്ലേ? അച്ഛനെ ധിക്കരിക്കാൻ ചേച്ചിക്ക് ധൈര്യം ഇല്ലാത്തോണ്ടല്ലേ? അപ്പൊ നിനക്ക് ധൈര്യമുണ്ടോ? ധൈര്യം ഉള്ളതുകൊണ്ടല്ലേ ഇയാള് പറഞ്ഞപ്പോ തന്നെ ചേച്ചിയും കൂട്ടി ഞാൻ അമ്പലത്തിൽ വന്നത്. ഓ, അപ്പോഴേക്കും ദേഷ്യായോ? അതെ, ഒന്ന് നുള്ളട്ടെ. എത്ര നാളായി ഞാൻ എന്റെ പെണ്ണിനെ ഒന്ന് നുള്ളിയിട്ട്. ഇന്ന് ഞാൻ നിന്നെ നുള്ളി. അതെ, ചിരിയിൽ പ്രേമം ചാലിച്ച് വാക്കിൽ തേനും പുരട്ടി വയറ് നിറച്ച് ഊട്ടിയിട്ട് തന്നെയാണോ അവളും പോകുന്നത്? ആണോ? വിഷമാണോ അവൾ ഊട്ടിയത്? ആമാശത്തിലെത്തുന്നതിന് മുന്നേ ഇപ്പൊ തന്നെ തുപ്പിക്കളഞ്ഞ നീ രക്ഷപ്പെടും. തുപ്പടാ. നിനക്ക് എന്ത് പറ്റി? എന്താ അവള് പറഞ്ഞത്? അച്ഛനെ വേദനിപ്പിക്കാൻ വയ്യത്രേ. ബൈപ്പാസ് സർജറി നടത്തി അച്ഛന് വേണ്ടി അവൾ എന്നെ ബൈപ്പാസിൽ ചവിട്ടി ഇറക്കിയടാ. ദേവി പ്രസാദം തൊട്ടാൽ മനസ്സ് മാറി അവളെ തിരിച്ചിട്ടുന്നല്ലേ നീ പറഞ്ഞു? മണ്ണാങ്കട്ട. ഇനിയും നീ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ നിന്റെ ദൈവങ്ങളെ സാക്ഷി നിർത്തി ഞാൻ പറയാ. മുറച്ചെറുക്കൻ അരവിന്ദാക്ഷം പോലീസുമായുള്ള കല്യാണത്തിന് മുന്നേ എന്റെ ശവം ഞാൻ അവളെ കൊണ്ട് തീറ്റിച്ചിരിക്കും. ഇത് സത്യം, സത്യം. അമ്മേ, ശക്തി തരണേ. വീട്ടിൽ പോടാ.